ഒരുപാട് ആൾക്കാരുടെ അസുഖങ്ങൾ ഇവിടെ വന്ന് മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഞായറാഴ്ചയാണ് ഇവിടെ ഏറ്റവും തിരക്കുള്ള ദിവസം. കണ്ണിൻ്റെ രോഗം മാറുവാനുള്ള ഔഷധ പ്രസാദമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റ് ക്ഷേത്രങ്ങളിലെങ്ങുമില്ലാത്ത രക്തചന്ദനമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. രോഗശമനം നേടിയ ശേഷം ഒരുപാട് ഭക്തർ ഇവിടെ എത്താറുണ്ട്. കേരളത്തിൽ വേറെ ഇതുപോലൊരു ക്ഷേത്രം ഇല്ല. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇതുപോലെ ഒരു ക്ഷേത്രം കാണുവാൻ സാധ്യത വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നല്ലേ, നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന ഗ്രഹധാര സഞ്ചയമായ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണല്ലോ സൂര്യൻ. ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ്റെ ചതുർബാഹു സങ്കല്പമാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം. ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നവഗ്രഹ പ്രതിഷ്ഠകൾ ഇല്ല എന്നുള്ളത്. ഞാനിവിടെ ക്ഷേത്രത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി. ത്രേതായുഗത്തിലാണ് പ്രതിഷ്ഠ നടന്നിട്ടുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രോൽപത്തിയെ സംബന്ധിച്ച് ലിഖിതങ്ങളായ രേഖകളൊന്നും തന്നെ ലഭ്യമല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ സമീപം തന്നെയുള്ള മരങ്ങാട്ട് മനയ്ക്കാണ് ക്ഷേത്രത്തിൻ്റെ ഊരാൺമാ സ്ഥാനമുള്ളത്. ഈ മനയിലെ ഒരു മഹാതപസ്വിയായിരുന്ന ഒരു പൂർവികനെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് അങ്ങനെ വരമായി ലഭിച്ച വിഗ്രഹത്തെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുകയുണ്ടായത്. അങ്ങനെ ചതുർബാഹുവായി പത്മാസനത്തിൽ തപസ്സിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വൃത്താകാരമായ ശ്രീകോവിലിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഈ ആദിത്യ പ്രതിഷ്ഠ ഉള്ളത്. ഇവിടെ ഈ ആദിത്യൻ്റെ ശ്രീകോവിലിന് ചേർന്ന് തന്നെ കിഴക്കോട്ട് ദർശനമായിട്ട് ദുർഗാ ഭഗവതിയുടെ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട്. അത് കൊല്ലവർഷം 1050കളിലാണ് ഈ ദുർഗാ പ്രതിഷ്ഠ നടന്നിട്ടുള്ളത്. അതിൻ്റെ കാരണമായി പറയുന്നത്, ഈ ആദിത്യപുരം ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ട് മാറി പണ്ട് കാക്കാത്തുമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ദേവീക്ഷേത്രം പൂജകളൊന്നും ഇല്ലാതെ ജീർണാവസ്ഥയിൽ ഉണ്ടായിരുന്നു. അന്ന് ആ വിഗ്രഹത്തെ അവിടെ നിന്നും കൊണ്ടുവന്ന് ഈ ആദിത്യപുരം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറകിൽ കിഴക്കോട്ട് ചാരി വെച്ച് പൂജകളൊക്കെ ചെയ്ത്, അങ്ങനെ കുറച്ച് ദിവസങ്ങളിങ്ങനെ പൂജകളൊക്കെ ചെയ്ത ശേഷം പാഴൂർ പടിപ്പുരയിൽ പോയി ഈ ദേവീ വിഗ്രഹത്തെ എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് രാശി വെച്ച് നോക്കി. അപ്പോൾ കണ്ടത്, ഈ ദേവീ വിഗ്രഹം ഇപ്പോൾ ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെയാണല്ലോ ഇരിക്കുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചത്. അങ്ങനെയാണ് ഈ ദുർഗാദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ ആദിത്യദേവൻ്റെ വിഗ്രഹം ഒരു പ്രത്യേക തരം ശിലയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ ഈ എണ്ണയുടെ അഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗ്രഹത്തിൽ എണ്ണയുടെ ഒരു അംശം പോലും കാണാൻ കഴിയത്തില്ല. ഇവിടുത്തെ പ്രസാദം വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ തൊലിയുടെ പുറത്തുണ്ടാകുന്ന അസുഖങ്ങളും കണ്ണിൻ്റെ അസുഖങ്ങളും മാറും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത്, കൊല്ലവർഷം 1060കളിൽ കോട്ടയം സ്വദേശി ആയ ഇട്ടറ എന്നു പേരുള്ള ഒരു ആൾ ഈ ക്ഷേത്രത്തിൽ ഭജനത്തിന് വന്നു. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾക്കും കാഴ്ചയില്ലായിരുന്നു. അങ്ങനെ തീവ്രമായ ഭജനം ഇരുന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾക്കും കാഴ്ച ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് പല നാടുകളിൽ കൂടി സഞ്ചരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എല്ലാവരോടും പറയുകയും ഇവിടുത്തെ പ്രസാദം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു. അന്നു മുതലാണ് ഇവിടെ ഈ കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെയുള്ള അസുഖങ്ങൾക്കും മാറുവാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വിളക്കിൽ നിന്നും കിട്ടുന്ന നെയ്യും മഷിയും ഒരു പ്രത്യേക രീതിയിൽ ചേർത്തുണ്ടാക്കുന്നൊരു കൂട്ടുണ്ട്. ആ കൂട്ട് കണ്ണിൽ നമ്മൾ ലേപനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ രോഗം മാറും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുവേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് രാവിലത്തെ പൂജയിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ, വൈകുന്നേരത്തെ പൂജയിൽ അത് കൊടുക്കാറില്ല. ഇവിടെ നിന്നും കിട്ടുന്ന പ്രസാദത്തിനും വലിയ ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രസാദം പോലെയല്ല ഇവിടുന്ന് കിട്ടുന്നത് രക്തചന്ദനമാണ്. ഈ രക്തചന്ദനത്തിൻ്റെ പ്രസാദമാണ് നമുക്ക് ഇവിടെ നിന്നും കിട്ടുന്നത്. അത് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമ്മുടെ തൊലിപ്പുറത്ത് തേച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളെല്ലാം മാറും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനൊക്കെയായിട്ട് ഇവിടെ നല്ല തിരക്കാണ് രാവിലത്തെ പൂജയിൽ. ഇവിടെ ഈ 1060കളിൽ കോട്ടയം സ്വദേശിയായ ഇട്ടറ ഭജിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഈ തറ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഈ ക്ഷേത്ര മതിലിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഈ തറയിൽ ഇപ്പോഴും ഈ കാവടി ദിവസം വിളക്ക് വച്ചിട്ട് അവിലും മലരും ശർക്കരയും കരിക്കും ഒക്കെ സമർപ്പിക്കാറുണ്ട്.
ഇവിടെ കാവടി നടക്കുന്നത് മേടമാസത്തെ അവസാനത്തെ ഞായറാഴ്ചയും വൃശ്ചിക മാസത്തെ അവസാനത്തെ ഞായറാഴ്ചയുമാണ്. അതിൽ തന്നെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മേടമാസത്തെ അവസാനത്തെ ഞായറാഴ്ചയ്ക്കാണ്. അതുപോലെ തന്നെ സാധാരണ വരുന്ന ഞായറാഴ്ചകളിലെല്ലാം തന്നെ ഇവിടെ നല്ല തിരക്കായിരിക്കും. അന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അതും കൂടുതൽ ആൾക്കാർ വരുന്നത് മിക്കവാറും രാവിലെ ആയിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ നയന രോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിന് വേണ്ടി ഇവിടെ വരുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ചകളിൽ നല്ല തിരക്കായിരിക്കും ആ ദിവസം. ഇവിടുത്തെ ഈ രക്തചന്ദന പ്രസാദം എന്ന് പറയുന്നത് തന്നെ ഈ ആദിത്യപുരത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും രക്തചന്ദനത്തിൻ്റെ പ്രസാദം ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മേൽക്കൂര ഇല്ലാത്ത തറയിൽ തന്നെയാണ്. വെയിലും മഴയും എല്ലാം ഈ പ്രതിഷ്ഠയിൽ നേരിട്ട് പതിക്കണം. അതുകൊണ്ടാണ് മേൽക്കൂര പാടില്ലാത്തത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇവിടെ ഈ ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിൽ നട തുറക്കുന്നത് പുലർച്ചെ 5:30-നാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കും. ഞായറാഴ്ച ദിവസമാണെങ്കിൽ പുലർച്ചെ 4 മണിക്ക് നട തുറക്കും. ഉച്ചയ്ക്ക് 1:30-നാണ് ഇവിടെ നട ഞായറാഴ്ച ദിവസം അടയ്ക്കുന്നത്. വൈകുന്നേരം 5:30-ന് തുറന്നിട്ട് 7:30-നാണ് നട അടയ്ക്കുന്നത്. ഞായറാഴ്ചയാണ് ഇവിടെ ഏറ്റവും തിരക്ക് ഉള്ള ദിവസം. ഇവിടെ നേത്രരോഗ ശാന്തിക്കായിട്ടുള്ള ആ ദിവ്യ ഔഷധം പ്രസാദമായിട്ട് ലഭിക്കുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ. വൈകുന്നേരത്തെ പൂജയിൽ അത് കിട്ടില്ല കേട്ടോ, അത് എപ്പോഴും ഓർത്തോണം. ഈ ക്ഷേത്രം കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് തൊട്ട് സമീപമായിട്ട് ഇരവിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കടുത്തുരുത്തിയിൽ നിന്നാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ, ഏറ്റുമാനൂരിൽ നിന്നാണെങ്കിൽ ഒരു 17 കിലോമീറ്റർ, വൈക്കത്ത് നിന്നാണെങ്കിൽ ഏകദേശം ഒരു 16 കിലോമീറ്റർ വരും ഈ ക്ഷേത്രത്തിലേക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്ത് ആദിത്യപുരം ക്ഷേത്രം എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡും എല്ലാം ഉണ്ട്. അവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ എല്ലാം ഉണ്ട്. പക്ഷേ അങ്ങോട്ട് എനിക്കിപ്പോൾ പോകാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ശക്തമായ കാറ്റ് അടിക്കുകയാണ്. ഒരു മഴ പെയ്യുവാനുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ആ മുകളിലേക്ക് പോയി അവിടുത്തെ ആ ഒരു വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. ഏതാണ്ട് മഴ ഇപ്പോൾ തന്നെ വരുന്ന ലക്ഷണമാണ്. ശക്തമായ കാറ്റാണ്. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് കാറ്റ് മാറി മഴയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. നല്ല മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങളും ഈ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ശമനം നൽകുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും ഞങ്ങളും തിരികെ പോവുകയാണ്.